നമസ്കാരം. അപ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായിരുന്നു. ജയറാം, മിഥുൻ മാനുവൽ തോമസ്, മമ്മൂക്ക ഒക്കെ അഭിനയിച്ചൊരു സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും മിഥുൻ മാനുവൽ തോമസ് ആണ്. അതായത് ഇന്നത്തെ കാലത്ത് മലയാളി പ്രേക്ഷകരെല്ലാം ഒരു റൈറ്ററെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറേക്കാൾ ഒരു റൈറ്ററെ നോക്കിയിട്ടാണ് ഇന്ന് സിനിമയ്ക്ക് കയറുന്നത്. പിന്നെയാണ് റൈറ്റർ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു ഡയറക്ടർ വരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഒരു നടൻ പോലും ഇപ്പോൾ വരുന്നുള്ളൂ. ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ ആണെങ്കിൽ പോലും അതിലെ റൈറ്റർ ആരാണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഡയറക്ടർ ആരാണെന്ന് നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഫാൻസുകാർ പോലും കാണുന്നത്. കാര്യം അത്രത്തോളം ആൾക്കാർ സ്ക്രൂട്ടനൈസ് ചെയ്തു തുടങ്ങി. കാര്യം അത്രയും സമയം കളയാനില്ല, അല്ലെങ്കിൽ ഇനിയും ഫേക്കായിട്ട് കുറേ എടുത്തുകൊണ്ട് തലവെക്കാനില്ല എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ വളർച്ചയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചിന്ത മാറ്റം തന്നെയാണ്. അപ്പം അങ്ങനെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആൾക്കാർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, സിനിമ ഹിറ്റാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഥുൻ മാനുവൽ ഈ സിനിമ തുടങ്ങി ജയറാമിനെ കാണിക്കുന്നത് ഫസ്റ്റ് ഒരു സീനിൽ കാണിക്കുന്നത് വലിയ ഹൈപ്പൊന്നും ഇല്ലാണ്ട് കാണിക്കുകയാണ്, അങ്ങനത്തെ സീനാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊക്കെ മിഥുൻ മാനുവൽ തോമസിൻ്റെ പേര് എഴുതി കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര കൈയടിയായിരുന്നു. ഓക്കെ, അപ്പം മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ 2 പ്രൊഡ്യൂസർമാരിൽ ഒരാൾ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ്. പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകൾ, എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ജോണേഴ്സും അദ്ദേഹം ചെയ്തു വിജയിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 5-ാം പാതിര ക്രൈം ത്രില്ലർ വരുന്നു, സൈക്കോ ത്രില്ലർ വരുന്നു, സൈക്കോ അല്ല ശരിക്കും, പക്ഷേ ക്രൈം ത്രില്ലർ വരുന്നു. പക്ഷേ സൈക്കോ മൂഡ് ക്രിയേറ്റ് ചെയ്താണ് സിനിമ പോകുന്നത്. പിന്നെ ഓം ശാന്തി ഓശാന, ആട്, പിന്നെ ഫിനിക്സ്, ഇപ്പോൾ ഗരുഡൻ, അല്ലെങ്കിൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ ജോണേഴ്സും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ റൈറ്ററിലെ പേരിൽ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു ശരിക്കും. ഇപ്പോൾ ഞങ്ങൾ ദുബായിലാണ്. ശരിക്കും ശനിയും ഞായറുമാണ് ഇവിടുത്തെ അവധി ദിവസം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് പോലും ഹൗസ്ഫുൾ ഷോയാണ് ഇന്ന് നടന്നത്. ഓക്കെ, അതൊരു ജയറാമിൻ്റെ സിനിമയ്ക്കാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ കാരണം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയാനില്ല. പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്ന് വേണം പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കി, കുറച്ചൊരു നമ്മളത് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ഒരു സൈക്കോ പോലെയൊക്കെ കുറച്ച് ക്രൈമൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സിനിമ ഡിസ്ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണോ, കാര്യം ഇതിൻ്റെ പിന്നീട് വരുന്ന ക്യാരക്ടർ. അപ്പോൾ ആദ്യത്തെ കുറച്ച് സീനുകളൊക്കെ ഇപ്പോൾ ഇവർ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാണ്ട ക്യാരക്ടേഴ്സിനെ ഒന്നും ഇപ്പോൾ സിനിമ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ആൾക്കാരെ ഒന്നും ചെറിയ ചെറിയ റോളുകളിലൊന്നും കൊണ്ട് നിർത്തിയിട്ടില്ല. അത്യാവശ്യം നമ്മൾ കാണാത്ത കുറേ ആൾക്കാരെയൊക്കെ ആദ്യത്തെ കുറേ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ജയറാം മാത്രമേ നമുക്ക് അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരു ആക്ടറായിട്ടുള്ളൂ. ബാക്കി ആരെയും അങ്ങനെ കാണിക്കുന്നുമില്ല. സെക്കൻഡ് ഹാഫിലാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ആ സീനൊക്കെ ഇവർ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ടാണ്. ആ സീനുകൾക്ക് അത്രേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ മാക്സിമം എക്സ്പെൻസ് കുറച്ച് തന്നെയാണ് ഇവർ അതവിടെ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഇതിനകത്ത് വലിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. ഇതിനകത്ത് ക്യാരക്ടർ ടോട്ടൽ വരുമ്പോൾ ജയറാം ഓസ്ലർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്നു, ജഗദീഷ് വരുന്നുണ്ട്, സെന്തിൽ കൃഷ്ണ വരുന്നുണ്ട്, മമ്മൂക്ക വരുന്നുണ്ട്, അനശ്വര രാജൻ വരുന്നുണ്ട്, പിന്നെ ദിലീഷ് പോത്തും വരുന്നുണ്ട്, സൈജു കുറുപ്പ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ശരിക്കും സിനിമയെ ഇവർ ഒരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ്, ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് കൊണ്ട് പൊക്കിയെടുത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഈ സിനിമ കയ്യിൽ നിന്ന് പോകേണ്ട സിനിമയാണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഈ സിനിമ നല്ലതാണ്. അതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു റൈറ്റർക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ധാരണയുണ്ട്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ഒരു പ്രേക്ഷകനെ എങ്ങനെ ആ സിനിമ തീരുമ്പോൾ സംതൃപ്തിപ്പെടുത്താമെന്നുള്ളൊരു വ്യക്തമായ ധാരണയുള്ളൊരു റൈറ്ററാണ് വിനീത് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് നമുക്ക് മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു റൈറ്ററും കൂടിയാണ് മിഥുൻ മാനുവൽ. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കഥ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അതിലേക്ക് ആ കഥയിലേക്ക് കൊണ്ടുവന്ന് ആ കഥയ്ക്കൊരു ഫിനിഷിങ് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഈ ലാസ്റ്റ് കണ്ട ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഞാൻ വിചാരിച്ചു ഫ്ലാഷ് ബാക്ക് കയ്യിൽ നിന്ന് പോയിരുന്നു, പക്ഷേ ഫ്ലാഷ് ബാക്കാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും തിളങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ ആ പടം ഒരു നല്ല പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ ഈ സിനിമ 2-ാം പകുതിയൊക്കെ വളരെ രസകരമായിട്ട് അവർ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ക്യാരക്ടർ പ്ലേസ്മെൻറ്റ് ചെയ്തു. പടം കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് ടോട്ടലി നല്ല അഭിപ്രായം തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്.
പിന്നെ ഇതിനകത്ത് ക്യാമിയോ റോളിൽ മമ്മൂക്ക വരുന്നുണ്ട്, മമ്മൂട്ടി. ആദ്യം ഞാൻ ആലോചിച്ചു മമ്മൂക്കേനെ റോളിൽ ഇത്രയും പ്രായത്തിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മമ്മൂക്ക ഇല്ലെങ്കിൽ ആ പടം ഇല്ല എന്ന് തന്നെ ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു റോളാണ്. പിന്നെ ഇവർ ഒരു മെഡിക്കൽ ക്രൈമൊക്കെയാണ് ഇതിനകത്ത് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, നമുക്ക് ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇന്നതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാണ് കാണിക്കണതൊക്കെ. അങ്ങനെയുള്ള കുറേ സീൻസ്, മെഡിക്കൽ പരമായിട്ടുള്ള കുറേ ഫോറൻസിക്കായിട്ട് ബന്ധപ്പെട്ട അനൂപനം വരുന്നുണ്ട് ഈ സിനിമയ്ക്ക്, ഫോറൻസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സപ്പോർട്ടീവായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. കാര്യം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയാൻ കാര്യം ഈ സിനിമയ്ക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യമായിരുന്നു. അതൊന്നുമില്ല, ഇതിനകത്ത് ഈ സിനിമയുടെ കുറേ കാര്യങ്ങൾ കണക്റ്റഡാണ് ഈ സിനിമ. അതിലേതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഈ സിനിമ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മമ്മൂക്ക. രണ്ടാമത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ജയറാമിൻ്റെ ജയറാമിൻ്റെ പേരിലാണ് ഈ സിനിമ അറിയപ്പെടുന്നത്, ക്യാരക്ടറിൻ്റെ പേരിൽ. പക്ഷേ അത്ര വലിയ സംഭവമായിട്ടൊന്നും ജയറാമിനകത്ത് കാണിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെക്ക് അതിന് മാത്രമുള്ള സംഭവം ആയിട്ടില്ല ഈ സിനിമ. പക്ഷേ എങ്കിലും ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. ഭയങ്കര എൻഗേജിങ് ആയി സിനിമ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലായിട്ട് തോന്നിയത്. അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ലാഗായി പോകുന്ന സമയങ്ങളിലൊക്കെ തോന്നുന്ന സമയത്തൊക്കെ സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓസ്ലറായിട്ട് ജയറാം കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിന് അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിന് വേണ്ട രീതിയിൽ അദ്ദേഹം അത്യാവശ്യം ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയലോഗ് ഡെലിവറി ആയി പോലും അത്യാവശ്യം പിടിച്ചൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ അത്രയും ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അത്രയും ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹരീഷ് രേശവൻ്റെ മോനുണ്ട്, മറ്റേ അർജുൻ അശോകനുണ്ട് ഇതിനകത്ത്. അത് ട്രെയിലറിൽ കാണിക്കാൻ പറയുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ക്യാരക്ടർ ഒരു റെവല്യൂഷൻ കാണിക്കുന്നുണ്ട്. അതിൽ അവസാനമാണ് വരുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ആ ക്യാരക്ടർ അത്ര എറിച്ചത് ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു ആക്ടർ കൊടുത്തുകൊണ്ടാണ് ആ ക്യാരക്ടർ വീണ്ടും അതിൻ്റെ ഒരു മേക്ക് ഓവർ കാണിക്കുമ്പോൾ നമുക്കത് സൂഹിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മമ്മൂക്കയുടെ എൻട്രി ഭയങ്കര രസമായിരുന്നു. ആ ക്യാരക്ടറിന് ഞാൻ ആദ്യം ആലോചിച്ചത് മമ്മൂക്കൊക്കെ അവിടെ വേണമെന്നുള്ളതാണ്. പക്ഷേ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ മമ്മൂക്കാനെപ്പോലൊരു വലിയൊരു ആക്ടർ തന്നെയായിരുന്നു അവിടെ നല്ലത് എന്ന് പിന്നീട് ആ സിനിമ കഴിഞ്ഞപ്പോൾ തോന്നി. ജഗദീഷിൻ്റെ സമീപകാല സിനിമകളെല്ലാം അറിയാം. അതേപോലെ തന്നെ വളരെ കറക്റ്റ് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ജഗദീഷിനെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ നടത്തത്തിലായാലും സംസാര രീതിയായാലും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്, ഈവൻ മുടിയിൽ ഹെയർ സ്റ്റൈല് പോലല്ല, ഹെയറിൽ പോലും കാണിച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പുതിയ ആളായിട്ട് നമുക്ക് തോന്നുന്നത്. ദിലീഷ് പോത്തനൊന്നും വലിയതായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല, എങ്കിലും ദിലീഷ് പോത്തനുണ്ട്. സൈജു കുറുപ്പിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് അവിടെ എവിടെയോ ആദ്യമേ എനിക്കൊരു ഇതായിട്ട് തോന്നി. നമ്മൾ വളരെ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഡിസ്ക്ലോസിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള കഥ തന്നെ മാറിപ്പോകുമായിരുന്നു. പക്ഷെ അത് എൻഡിങ്ങിലേക്ക് വരുമ്പോൾ തോന്നി കറക്റ്റായിട്ട് അത് ആപ്റ്റായിരുന്നു എന്നുള്ളത്. പിന്നീട് എനിക്ക് തോന്നിയത് സെന്തിൽ കൃഷ്ണയുടെ ഒരു റോളുണ്ട്. സെന്തിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ആക്ടർ ഒരു ജയറാമിൻ്റെ കൂടെയുള്ള ഒരു അസിസ്റ്റൻറ്റ് പോലീസ് ഓഫീസറായിട്ടുള്ളതാണ്. ആളുടെ ഒന്ന് രണ്ട് ഡയലോഗ് ഡെലിവറി, കുറച്ച് സീൻസൊക്കെ ഒരു മിസ്മാച്ചായിട്ട് തോന്നി. ആളുടെ മിസ്മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല ക്യാരക്ടറിന്. പക്ഷെ ആളെ ഈ ക്യാരക്ടർ ചില സീൻസിനേക്ക് ഉൾക്കൊണ്ട രീതി കറക്റ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇതിനകത്തൊരു അപ്പം നമ്മൾ വിചാരിച്ച് അല്ല എന്നുള്ളതൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട് ജയറാമിനോട്. അപ്പം അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എനിക്കറിയില്ല, അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനിത് എവിടെ നോക്കി ഡയലോഗ് പറയണത്. അപ്പം എനിക്ക് പെട്ടെന്ന് ശരിയാവുന്ന കാര്യം ഈ സെന്തിൽ കൃഷ്ണയുടെ ഡയലോഗ് ഈ സിനിമ കാണുന്നതിന് മുന്നേ ഫേസ്ബുക്കിൽ ഒരാളെ എഴുതി ഞാൻ കണ്ടു. സിനിമ എല്ലാം നല്ലതായിരിക്കും, പക്ഷേ ഈ സെന്തിൽ കൃഷ്ണയുടെ കാണിച്ചിട്ട് ഈ ഇച്ചിരി ഓവർ ആക്ടിങ്ങിൻ്റെ ആശാനാണ്. ചിലപ്പം പടം പൊളിക്കുമോ പടം കുളവാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ വേറൊരുത്തം കണ്ടിട്ടിരിക്കും, ജയറാം വരെയൊക്കെ ചെയ്യുമെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ സെന്തിൽ കൃഷ്ണയുടെ ആ ഒരു ആക്ടിങ്ങും ഈ അടുത്തിരുന്ന് എനിക്ക് പറഞ്ഞതുകൊണ്ടും ഞാൻ പെട്ടെന്ന് തിയേറ്ററിൽ ഞാൻ ചിരിച്ചുപോയി. ഒരു സീരിയസ് സീനായിരുന്നു, പക്ഷേ ചിരിച്ചുപോയി അതവിടെ. അപ്പോൾ അങ്ങനെ. പിന്നെ അനശ്വരരാജൻ, അത് എടുത്തു പറയേണ്ട ഒരു സംഭവം. അനശ്വരരാജൻ്റെ സിനിമകളൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാം നല്ലതാണ്. വളരെ നല്ല കാലിബറുള്ളൊരു നടി തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. എസ്പെഷ്യലി പ്രണയരംഗങ്ങളൊക്കെ ഈസി ആയിട്ട് പുള്ളിക്കാരത്ത് ചെയ്യും. ഇപ്പം നേര് സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന റോളും അടിപൊളിയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു യങ് ടാലൻറ്റ് തന്നെയാണ് അനശ്വരരാജൻ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം അത് ഇത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും.
ഇത്രയൊക്കെയാണ് ടോട്ടലി എനിക്ക് തോന്നിയത് ക്യാരക്ടർ. അപ്പോൾ എല്ലാവരും അവരുടെ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മിസ്മാച്ചായിട്ട് എനിക്ക് തോന്നിയത്, മിസ്മാച്ച് അല്ല, ഒന്ന് രണ്ട് ഇതായിട്ട് തോന്നിയതാണ് ഈ പറഞ്ഞവരുടെയൊക്കെ. ബാക്കിയൊക്കെ ഓക്കെയാണ്, വൺ ടൈം വാച്ചബിളാണ്, നല്ല സിനിമയാണ്, ടോട്ടലി നല്ല സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയാനില്ല, ടോട്ടലി നല്ല സിനിമയാണ്, അത്രേ ഉള്ളൂ. ഇതിന് മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റിനെയും അതിൻ്റെ ഡയറക്ഷനെയും എടുത്തു പറയേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സംഭവം ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സെക്കൻഡ് വരുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ, അത്രയൊക്കെ പറയാനുള്ളൂ.